പ്രേക്ഷകരോടുള്ള ചോദ്യത്തിന് ശരിയുത്തരം നൽകിയ സാജൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാജൻ ചേട്ടനെ നമുക്ക് കൂടുതലായി പരിചയപ്പെടാം. എന്ത് ചെയ്യുന്നു? പെയിൻ്ററാണ്. എന്തൊക്കെയാണ് ഹോബീസ്? കവിത എഴുതാറുണ്ട്, ചെറുകഥകൾ എഴുതാറുണ്ട്, പിന്നെ സ്വന്തമായിട്ട് ഭക്തിഗാനങ്ങളൊക്കെ എഴുതി അത് ഇണം ചെയ്യാറുണ്ട്. സാജൻ ചേട്ടൻ സ്വന്തമായി കവിതയൊക്കെ എഴുതാറുണ്ടെന്നാണ് പറയണത്. പ്രേക്ഷകർക്ക് വേണ്ടി സാജൻ ചേട്ടന് ഇപ്പോൾ ഒരു കവിത ചൊല്ലും. ഞാൻ സ്വന്തമായിട്ട് എഴുതിയ ഒരു ഭക്തിഗാനമാണ്, ഒരു കവിത തന്നെയാണ് അത്. ഞാൻ തന്നെ അതിൻ്റെ ലിറിക്സൊക്കെ വെച്ച് ഞാൻ തന്നെ അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുകയാണ്. ഞാനത് പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു. എൻ്റെ നൊമ്പര നിഴലായ മനസ്സിന് മോചനമേകിയ നാഥ, എൻ്റെ നൊമ്പര നിഴലായ മനസ്സിന് മോചനമേകിയ നാഥ, ലോകം തരാത്ത സ്നേഹം തന്ന് എന്നെ കരുതിയ നാഥ, കണ്ണീരിൻ കടലിൽ മുങ്ങിയ നേരം കൈകൾ നീട്ടി തന്നവനേ, കണ്ണീരിൻ കടലിൽ മുങ്ങിയ നേരം കൈകൾ നീട്ടി തന്നവനേ, ഒരു നാളും വേർപിരിയാതെ ചാരെ നിന്നവനേ, ഒരു നാളും വേർപിരിയാതെ ചാരെ നിന്നവനേ, എൻ്റെ നൊമ്പര നിഴലായ മനസ്സിന് മോചനമേകിയ നാഥ, ലോകം തരാത്ത സ്നേഹം തന്ന് എന്നെ കരുതിയ നാഥ, കുരിശും വഹിച്ചു നീ പോയ വഴിയിൽ എൻ്റെ മുറിവുകൾ ഞാൻ കണ്ടു, കുരിശും വഹിച്ചു നീ പോയ വഴിയിൽ എൻ്റെ മുറിവുകൾ ഞാൻ കണ്ടു, ഹൃദയം തകർന്ന എന്നെ നീ മാറോടു ചേർത്തുവല്ലോ, ഹൃദയം തകർന്ന എന്നെ നീ മാറോടു ചേർത്തുവല്ലോ, എൻ്റെ നൊമ്പര നിഴലായ മനസ്സിന് മോചനമേകിയ നാഥ. നല്ല പാട്ടായിരുന്നു. ഇവിടെ സാജൻ ചേട്ടന് സമ്മാനം കൊടുക്കുന്നു എന്നറിഞ്ഞ് സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? സാനിയ, വിഷ്ണു, സെറിൻ, ആൽവിൻ, സാൽവിൻ, ആൽവിൻ, തങ്കമ്മ, സിന്ധു, മേരി. വേറെ ആരാണ് പ്രദക്ഷിണം പരിപാടിക്ക് വേണ്ടി പാട്ട് പാടുക? ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളിരി കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറകു ചെറുതിളക്കി, നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണി പെട്ടു പാടിടുന്നു, ഇടറുമീ ഗാനമെന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനോ കിളികളില്ല, പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മെച്ചൂടിൽ അടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ, ആർക്കുമില്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി, വരവായൊരന്തിയെ കണ്ണാലുഴഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂ ഉണർന്ന നേരം, ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളിരി കാട്ടുപക്ഷി. നല്ല പാട്ടായിരുന്നു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. വേറെ ആരെങ്കിലും പാട്ട് പാടുമോ? അറിയുന്നൊരു പാട്ട് പാടിയാൽ മതി. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പോത്തിക്കണ്ണൻ്റെ ഉള്ളിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം, ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി, ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി, ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു
കാത്തുണ്ടായൊരുണ്ണി. നല്ല പാട്ടായിരുന്നു. മൂന്നൊരു പാട്ട് പാടാമോ? ശരി ഉത്തരം നൽകിയ സായൻ ചേട്ടന് നമ്മൾക്ക് സമ്മാനം കൊടുക്കാം. സഫ ഫാഷൻ സെൻറ്റർ നൽകുന്ന ഒരു ഉപഹാരം. നാഗാർജുന നൽകുന്ന ഒരു ചവനപ്രാശം സായൻ ചേട്ടൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നന്നായി വരുവാൻ വേണ്ടി. KV മൂസ ജ്വല്ലറി മാർക്കറ്റ് റോഡ് മൂവാറ്റുപുഴ നൽകുന്ന ഒരു ഉപഹാരം. ഇത് നമുക്ക് സായൻ ചേട്ടൻ്റെ മോൾക്ക് കൊടുക്കാം. സമ്മാനങ്ങൾ തീർന്നിട്ടില്ല. കണിച്ചാട്ട് പെയിൻറ് ആൻഡ് പെയിൻറ്റ്സ് മാർക്കറ്റ് ജംഗ്ഷൻ മൂവാറ്റുപുഴ നൽകുന്ന മറ്റൊരു ഉപഹാരം. ഇത് സായൻ ചേട്ടൻ്റെ മൂത്ത മോൾക്ക് കൊടുക്കാം. അജന്ത ഹെൽത്ത് മൂവാറ്റുപുഴ സ്റ്റോക്ക് പോയിന്റ് നൽകുന്ന ഒരു ഉപഹാരം. ഇത് നമുക്ക് സായൻ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാം. പ്രതീക്ഷൻ പരിപാടി ഞാൻ മുടങ്ങാതെ കുടുംബമായിട്ട് കാണുന്നതാണ്. അതായത് കൂടുതൽ തലങ്ങളിലേക്ക് എത്തി വ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു.